ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ സ്വന്തം മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യത്തേക്കുള്ള ഒരു പടം, സ്റ്റേറ്റ് അവാർഡ് ഒരു പടം വേണമല്ലോ എന്ന രീതിയിൽ, അങ്ങനെയൊന്നല്ല എന്നിരുന്നാൽ പോലും ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. എന്തോ അതിൻ്റെ ഉള്ളിൽ വളരെ ഡെപ്ത് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിഗൂഢങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, നിഗൂഢതകൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പല പോസ്റ്റേഴ്സ് ആണ് വരാറുള്ളത്. ഒരു സ്ത്രീയുടെ രൂപം, അതിന്റെ ചുറ്റും കുറെ കൈകൾ, അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖത്തിന്റെ അവിടെ നിന്ന് കണ്ണെന്ന് തുറന്നു വരുന്ന വാതിൽ പോലത്തെ ചില ഫോട്ടോസ്. മമ്മൂക്കയ്ക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് വിനായകൻ. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്ലോട്ട്. മലയാള സിനിമയുടെ പ്രത്യേകത അറിയാം, അത്ര സൂപ്പർ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും, പ്രസന്റേഷൻ ആയിരിക്കും. അങ്ങനെ മമ്മൂക്ക വരുന്ന സിനിമ കളങ്കാവൻ. പ്രതീക്ഷ ഒരുപാടുണ്ട്. അപ്പൊ അതിലെ നിലാകായും എന്ന് പറഞ്ഞ ലിറിക്കൽ വീഡിയോ ഒന്ന് വരും എന്ന് പറഞ്ഞു. കൃത്യ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 5 സംതിങ് ഒക്കെ ആയപ്പോൾ സാധനം വന്നിട്ടുണ്ട്. ഇപ്പോ 31,002 വ്യൂ ആണ് 1 മണിക്കൂറിൽ ഇതിന് കിട്ടിയിരിക്കുന്നത്. സോ നിലാകായും ലിറിക് വീഡിയോ, കളങ്കാവൽ, മമ്മൂട്ടി, ജിതിൻ കെ ജോസ്, മുജീബ് മജീദ്, അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നതൊക്കെ, മമ്മൂട്ടി കമ്പനി. സോ പ്രസന്റ് ദ ലിറിക്കൽ സോങ് ഓഫ് കളംകാവൽ സ്റ്റാറിംഗ് മമ്മൂട്ടി, വിനായകൻ, ഡയറക്ടഡ് ബൈ ജിതിൻ കെ ജോസ്, പിന്നെ മ്യൂസിക് കമ്പോസ്ഡ്, അറേഞ്ച്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മുജീബ് മജീദ്. ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ലിറിക്സ് വിനായക് ശശികുമാർ, സിംഗർ സിന്ധു ഡെൽസൺ. കൊള്ളാം. ഇനി നമുക്ക് കണ്ടുനോക്കാം. 1 മിനിറ്റ് 50 സെക്കൻഡ്. റെഡി. ഫുൾ സൗണ്ട് ഇട്ടോ. ആഹാ, കൊള്ളാലോ. തുടക്കം തന്നെ മമ്മൂട്ടി കമ്പനി. തമിഴ് ജിതിൻ കെ ജോസ് 80കളിലൊക്കെ പാട്ട് പോലെ കേട്ടോ. മ്യൂസിക് ഒക്കെ പക്ക. എന്താ സ്മൈലൊക്കെ. November 27th, മുജീബ് മജീദ്. വാട്ട് എ പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വിന്റേജ് സോങ് ഉണ്ടല്ലോ, അതിന്റെ ഒരു കറക്റ്റ് പക്ക ഫീൽ. അതും തമിഴ് സിനിമയിലൊക്കെ കേൾക്കുന്ന രീതിയിൽ അതേ പാട്ട്. എനിക്ക് തോന്നുന്നു ഇത്തരം പാട്ടിലൊക്കെ വില്ലന്റെ എൻട്രി ഭയങ്കര രസമായിരിക്കും. ഇതിൽ തന്നെ പല കമന്റുകൾ അതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ വിന്റേജ് സോങ്ങും വില്ലന്റെ എൻട്രിയും വരവും ഒക്കെ ആണെങ്കിൽ അടിപൊളി. ഇപ്പൊ ഇതില് ഇങ്ങനെ നോക്കിയ സമയത്ത് ജസ്റ്റ് താഴത്തേക്ക് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കണ്ടൊരു കമന്റ്, ഇവിടെ എവിടെ ഉണ്ടൊരു ജീപ്പ്. അതായത് രാത്രിയില് പുള്ളിക്കാരൻ ജീപ്പിൽ ഇങ്ങനെ വരികയാണ്. അപ്പോ പുള്ളിക്കാരൻ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് വണ്ടി ജീപ്പ് ഇങ്ങനെ ഓടിച്ച് ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയത്. ശരിക്കും നമുക്കൊരു കാട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നോക്കുമ്പോൾ. ഒരു കാട്ടിലൂടെ ഒരു വേട്ടക്കാരൻ ഇങ്ങനെ ഒതുങ്ങി പോകുന്നൊരു സംഭവം. ഭയങ്കര മിസ്റ്ററി കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു മ്യൂസിക്, ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു സീന് പറയാൻ പറ്റിയ പാട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രസമായിരിക്കും. മലയാളത്തിൽ ഈ സിനിമ ഒരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ നമ്മളെന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പൊ പല സിനിമകളിലും കാസ്റ്റ് ആൻഡ് ക്രൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് തന്നെ ഈ പൊക്കിപ്പറച്ചിലുകളും കാര്യങ്ങളും നമ്മൾ നോക്കണ്ട. ബട്ട് ഈ സിനിമയ്ക്ക് എന്തോ
ഒരു സാധനം ഉണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിയാണ്, ഓഫ് കോഴ്സ് അത് വൻ പ്രതീക്ഷയാണ് അത്തരം മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന സിനിമകളിൽ. മമ്മൂക്ക പണ്ട് ചെയ്തിരുന്ന പരിപാടിയൊന്നുമല്ല, വളരെ കൃത്യമായി കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കൊണ്ട് ഞെട്ടിക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ സിനിമകളാണ് മമ്മൂട്ടി കമ്പനി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് ആയിരിക്കാം, പക്ഷെ അതിൽ ആ കഥാപാത്രങ്ങളുടെ ഡെപ്തും ഒരു ഫീലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ക്രിപ്റ്റും ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂക്ക പോലെ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ മമ്മൂക്കയുടെ പോലെ ഒരു അഭിനേതാവിന് ഒരു നടനെ മനസ്സിലാക്കി അഭിനയിക്കുക, അതിന്റെ മാക്സിമം സാധനം നമുക്ക് തരിക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിലെ ഈ ഒരു കഥാപാത്രം നല്ല ഗംഭീരമായ കഥാപാത്രമാണെന്നാണ് തോന്നുന്നത് ഇതുവരെ വന്ന് വെച്ച് നോക്കുമ്പോൾ. ഈ പാട്ടാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ശരിക്കും ഒരു 80s അല്ലെങ്കിൽ ഒരു വിന്റേജ് കലാകാരങ്ങളിലുള്ള ഒരു പാട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് മിക്കവാറും ചില റീൽസിലൊക്കെ വരാൻ സാധ്യതയുള്ള പാട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല പാട്ടുകളും വരുമ്പോൾ ഇത്തരത്തിലുള്ള വിന്റേജ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പലതും ചെയ്ത് കാണാറുണ്ട്. ലോകേഷ് സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകേഷ് സിനിമകൾ കൂടുതലും ഇത്തരത്തിലുള്ള പഴയ പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ഈ എന്താ പറയുക, പഴയ ഇളയരാജ ടൈപ്പ് ഓഫ് മ്യൂസിക്. അത് അദ്ദേഹത്തിന്റെ പാട്ടല്ല എനിക്ക് തോന്നുന്നത്, ഫുൾ കമ്പോസ്ഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം മുജീബ് മജീദാണോ മുജീബാണോ അല്ല മുജീബ് മജീദ്. അപ്പോ പുള്ളിക്കാരനായിരിക്കും ഇതിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കോടിക്കണക്കിന് പൈസ ചോദിച്ചിട്ട് എന്റെ പാട്ട് എന്നോട് അനുവാദമില്ല ചോദിച്ചുകൊണ്ട് ഇതിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ വരില്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള പാട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അതോടെ കാണാം, കാണുന്നവരെ.